ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും റാസി ആൻഡ് സാഹി വ്ലോഗിലേക്ക് സ്വാഗതം. എൻ്റെ പേരാണ് കേട്ടോ റാസിയ ഫറൂഖ്. അപ്പം ഇതൊരു ബോക്സാണ്, ഇന്നൊരു അൺബോക്സിങ് വ്ലോഗാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ബോക്സ് വാങ്ങിക്കാൻ കാരണം റീസണുണ്ട്. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. ഓ ബൈ ഓസി അറിയായിരിക്കുമല്ലേ. ഇപ്പോൾ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു വ്യക്തിയാണ് ഓ ബൈ ഓസി, അല്ലെങ്കിൽ ദിയ കൃഷ്ണകുമാർ എന്ന് പറയുന്നത്. സെലിബ്രിറ്റിയാണ് പുള്ളിക്കാരി. പക്ഷേ പുള്ളിക്കാരി ഇപ്പം ചെറിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര ഫേമസ് ആണ്. പുള്ളിക്കാരിയുടെ മദർലോനെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ എന്ന് വെച്ചാൽ ഒരു ഹോംലി ടച്ചും, ഇദ്ദേഹം സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് എന്നൊക്കെ ഒരു കൺസെപ്റ്റുള്ള ഒരാളാണ്. അപ്പം ഞാൻ അദ്ദേഹമായിട്ട് ഒരു ബന്ധമില്ല, എനിക്ക് യാതൊരു പരിചയമില്ല. ജസ്റ്റ് വീഡിയോയിലും ബ്ലോഗ്സിലൊക്കെ കണ്ടിട്ട് ഞാൻ ഇതാക്കി. അപ്പം ഈ ഇടയ്ക്ക് ഒരു യൂട്യൂബർ ഇതിനെതിരായിട്ട് മുൻപോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കത് റിയൽ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ എന്തായാലും ശരിയാണോ എന്ന് അറിയണമല്ലോ. ഞാനൊരു 4 വള പീസായിട്ടുള്ളത് വാങ്ങിച്ചു. 844 രൂപയായിരുന്നു. ഞാൻ പൊട്ടിച്ചത് ഓപ്പണിംഗ് വീഡിയോ ഞാൻ പൊട്ടിച്ച് വെച്ചിട്ട് ഞാൻ ഹസ്ബൻഡ് വീട്ടിൽ പോയപ്പോൾ എൻ്റെ ഉമ്മ എടുത്തു വേസ്റ്റ് ബാസ്ക്കറ്റ് ഇട്ടു. എത്ര ചെറിയൊരു പൊടിച്ചൊക്കെ ഉണ്ട് ഒന്നും തോന്നുന്നത്. സാധാരണ എല്ലാവരും കട്ടിയുള്ള ഭാഗം എന്തായാലും വെട്ടി പൊട്ടിക്കത്തില്ല. നമ്മൾ ആക്രാന്തം നോക്കി പൊട്ടിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് വളകൾ. തോന്നുന്നുണ്ടോ, ഇങ്ങനെയാണ് പൊട്ടിക്കാറ്. ഞാനൊരു സൈഡേ പൊട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ബോക്സ്. ഞാൻ ഫ്രണ്ട്സ് ഇതിന് തന്നെ പൊട്ടിച്ചു. ഇതാണ് വളകൾ, കണ്ടോ, നല്ല ക്വാളിറ്റിയുള്ള വളകൾ. ടു ബി ഫ്രാങ്ക്, ഞാൻ എല്ലാം നോക്കി ഞാൻ വാങ്ങിക്കുന്ന ഒരാളാണ്. എനിക്കിങ്ങനത്തെ വളകൾ ഇടാൻ ഞാൻ പെട്ടെന്ന് പോയി ലോക്കറിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ മടിയുള്ള ആളായതുകൊണ്ട് ഇങ്ങനത്തെ കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പം നോക്കിയപ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല. ഇതിൽ നിന്ന് 2 വളകൾ ബുക്കിലായിട്ടുണ്ട്. എൻ്റെ ഉമ്മാക്ക് വേണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഉമ്മാസ് വ്ലോഗ് എൻ്റെ ഉമ്മാണ്. അപ്പം പുള്ളിക്കാരത്തി ബുക്ക് ചെയ്ത് വെച്ചേക്കും. നല്ല വള, നല്ല രസമുണ്ട്, എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഒരു പാച്ച് വർക്കും ഇല്ല. 4 എണ്ണത്തിനാണ് 844. ഇവിടെ 2 എണ്ണം വാങ്ങിച്ചിട്ട് എല്ലാം കൂടെ എനിക്ക് 3000 രൂപ ആയ ഒരു ചരിത്രമുണ്ട്. ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതും ഇത് സെയിം ഇതാണ്. ഞാൻ കാണിച്ചു തരാം. നോക്കിക്കേ, ഇതും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പറയും. ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തു. ഇതിപ്പോൾ ഞാൻ പുതിയതായിട്ട് വന്ന സാധനം. രണ്ടും ഒരുപോലത്തെ ക്വാളിറ്റിയാണ്. ഇതിനൊക്കെ ഇതും പിന്നെ കാര്യങ്ങളൊക്കെ ബ്രേസ്ലെറ്റും ഇതൊക്കെ ഞാൻ ലുലു സെലിബ്രേറ്റിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. കമ്മലും മാലയും ഒരു ഫങ്ഷന് വേണ്ടിയിട്ട്. ഇതൊക്കെ ആണ് എനിക്ക് എത്രയാണ് 3000 രൂപയായി. ഈ 4 വളകൾ വാങ്ങിച്ചപ്പോൾ എനിക്ക് എത്ര രൂപയായെന്ന് വെച്ചാൽ 844. ഇത്രയും സാധനം വാങ്ങിച്ചപ്പോൾ എനിക്ക് 3000 രൂപയാണ്. എന്നിട്ട് നിങ്ങൾ പറയുവാണ് ഇത് ഭയങ്കര വില കൂടുതലാണ്, പൈസ കൂടുതലാണ്. പുള്ളിക്കാരത്തിയുടെ മാക്സിമം പുള്ളിക്കാരത്തി എന്ത് ചെയ്തിട്ടുണ്ട്, വില അത്യാവശ്യം. ഇത് അഫോർഡബിൾ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ നോർമലായിട്ട് ലോക്കൽ ഷോപ്സിൽ നിന്ന് വാങ്ങിക്കണം. ഇതെന്തെന്ന് വെച്ചാൽ ഈ സംഭവം കളറ് പോകത്തില്ല മനസ്സിലായോ? അതാണ് വെച്ചാൽ റോൾഡ് ഗോൾഡ് സാധനമാണ്. പക്ഷേ വരവെന്ന് പറയുമ്പോൾ ഗോൾഡ്, അതായത് നമുക്ക് ഗോൾഡിന് പകരം നമുക്ക് ഈ സംഭവം യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം ഇത്രയും റേറ്റ്. അല്ലാണ്ടല്ല, ഇങ്ങനത്തെ കല്ലുകളും ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനത്തെ 120 സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വരുമ്പോൾ ഇതിനേക്കാളും വില ഉണ്ടാക്കണമെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് എത്ര രൂപയാണ്. അപ്പം ഓരോരുത്തർ ഓരോ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ അതിനെക്കുറിച്ച് കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടി വീഡിയോ ഇടുക, അവരുടെ ബിസിനസ് തകർക്കാൻ നോക്കുക, അതിന് താഴെയായിട്ട് അതിനും അപ്പുറം സപ്പോർട്ട് ചെയ്ത് നിൽക്കുക, അതൊക്കെ വളരെ മോശമായ കാര്യമാണ്. സോ ദയവ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും കമൻറ്റ്സ് പറയാനുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച്
പ്ലീസ് കമൻറ്റ് ബിലോ. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞുതരാം. ഞാൻ നേരാവണ്ണം ഓപ്പണിംഗ് വീഡിയോ പോലെയാണ് ചെയ്തത്. ഇതേ ഞാനൊരു പട്ടിപ്പും ചെയ്തില്ല. പിന്നെ ഇച്ചിരി അഴുക്ക് പറ്റിയെന്നവിടെ എൻ്റെ അമ്മ വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു. ഓക്കെ ബൈ. അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു തെളിവിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ച സാധനമാണ്. എനിക്കിതിൻ്റെ ആവശ്യമില്ലായിരുന്നു, അധികം ഓൾറെഡി ഉണ്ട്. അപ്പം ഓക്കെ ബൈ. അപ്പം എൻ്റെ വീഡിയോ ഞാനിവിടെ സൈൻ ഔട്ട് ചെയ്യുവാണ്. ഓക്കെ ബൈ. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും ചെയ്യണം. ഇതിൽ സത്യമായ കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ റിയാലിറ്റിക്ക് വേണ്ടി റിയാലിറ്റി അല്ല, റിയൽ തിങ്സിന് വേണ്ടി മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എല്ലാവരും.